എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽബിഎസ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 13/6/2025 വരെയായിരുന്നു. അപ്പോൾ ഇനി ആർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതല്ല. ജൂൺ 17 വരെ ഫൈനൽ കൺഫർമേഷൻ നടത്താൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഈ 3 നമ്പറുകളും നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. കാരണം മുന്നോട്ടുള്ള പ്രൊസീജിയേഴ്സിനൊക്കെ ഈ നമ്പർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സോ നിങ്ങൾ ഈ നമ്പർ 3 സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രൊഫൈൽ പേജിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എൻട്രി, കോഴ്സസ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഐക്കൺസ് കാണാൻ സാധിക്കും. അതിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. അവിടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് എൻറ്റേർഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത കുട്ടികളാണെങ്കിൽ ഡൺ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത കുട്ടികളുടെ നോട്ട് ഡൺ എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയവരുടെ സ്റ്റാറ്റസിൽ നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്നാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്ന് കണ്ടാൽ നിങ്ങളുടെ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നതാണ് അതിൻ്റെ അർത്ഥം. വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതനുസരിച്ച് സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് വരുന്നതാണ്. സ്റ്റാറ്റസ് വിൽ ബി അപ്ഡേറ്റഡ് ഓൺലി ആഫ്റ്റർ വേരിഫിക്കേഷൻ എന്ന ചിലരുടെ സ്റ്റാറ്റസിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം വേരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉള്ള കുട്ടികളുടെ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊവിഷണലി എന്നാണ് കാണാൻ സാധിക്കുക. ഇതിനർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നതാണ്. അതിന് തൊട്ട് താഴെയായിട്ട് റിമാർക്സ് എന്ന് കാണാൻ സാധിക്കും. എന്ത് മിസ്റ്റേക്കാണ് നിങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ റിമാർക്സ് നിങ്ങൾക്ക് കറക്ഷൻ ടൈമിൽ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കറക്ഷൻ ടൈമിൽ എന്ത് മിസ്റ്റേക്കാണ് നിങ്ങൾ വരുത്തിയിട്ടുള്ളത് അത് കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ജൂൺ 28 വേരിഫിക്കേഷൻ ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത്. ജൂലൈ 7 വരെ നിങ്ങൾക്ക് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്കാണോ വന്നിട്ടുള്ളത്, നിങ്ങളുടെ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണത് നിങ്ങൾക്ക് റിമാർക്സ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള ഡേറ്റയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവയ്ക്കുക. അതിനുശേഷം റീ അപ്ലോഡ് ചെയ്യേണ്ടതാണെങ്കിൽ റീ അപ്ലോഡ് ചെയ്യുക. മാർക്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും ആണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ നിങ്ങൾ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് റെഡിയാക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസായിട്ട് ചോദിക്കുക. താങ്ക് യു.